വീടിനകത്ത് നല്ല പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല പോട്ട്സുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. വില കുറവുള്ള നല്ല വെറൈറ്റീസും ക്വാളിറ്റി ഉള്ള പോട്ട്സുകൾ എവിടെയും നമ്മൾ അന്വേഷിക്കാറുണ്ട്. അതിന് പറ്റിയൊരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചിയിലുള്ള സൗത്ത് ഓവർബ്രിഡ്ജിനടുത്തുള്ള ആഞ്ഞിപ്പറമ്പിൽ ട്രേഡേഴ്സ്. ഇവിടെ പോട്ട്സുകൾ മാത്രമല്ല, ഫെർട്ടിലൈസേഴ്സ്, അതിൽ ഗാർഡൻ എക്യുപ്മെന്റ്സ്, ഇതിന്റെ എല്ലാം നല്ല കളക്ഷൻസ് ഉള്ള ഏകദേശം 38 വർഷം പഴക്കമുള്ള ഒരു ഷോപ്പും കൂടിയാണ്. വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ്. നമുക്കിനി പോട്ട്സിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഇത് പ്ലാസ്റ്റിക്കിന്റെ ഉള്ള ഈ പോട്ട്സുകൾ, ഇതെല്ലാം ഔട്ട്ഡോർ പ്ലാസ്റ്റിക്സ് വരുന്നുള്ള. ഇത് ക്വാളിറ്റി കൂടിയ പ്ലാസ്റ്റിക് ഉണ്ട്. ഇതാവുമ്പോ ഫാമിലി പ്ലാസ്റ്റിക്സിന്റെ ഫാമിലി അവരുടെ ഇത്തിരി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണല്ലേ. ഫെയ്ഡാവൂല പെട്ടെന്ന്. ഓക്കെ, ഇതിന് ഏറ്റവും ചെറിയ ചെട്ടി ഞാൻ കണ്ടായിരുന്നല്ലോ. ഇത് കൊള്ളാം. ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇതിന്? 55 രൂപ വരുന്നല്ലോ. ഇതിന്റെ പോട്ട്സിന്റെ താഴെ വരുന്ന ട്രേസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഇതൊക്കെ വെക്കാനായിട്ട് ട്രേസും ഉൾപ്പെടെയുള്ള വൺ സൈഡ് ഭിത്തി പോകണം. അത് നല്ലോണം മതിലില് ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് പ്ലാന്റ്സ് ഇങ്ങോട്ട് വെച്ച് നല്ല ഭംഗിയാണത്. ഇത് കൊള്ളാം. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? 90 രൂപ വരുന്നല്ലേ. അത് ഫാമിലി പ്ലാസ്റ്റിക്സ് തന്നെ കമ്പനിയുടെ. ഇത് കൂടാണ്ട് ഹാങ്ങിങ് പോട്ട്സ്, ഇതൊക്കെ എന്ത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുണ്ട്? 16 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടല്ലേ ഹാങ്ങിങ്ങിന്റെ. ഇത് കൊള്ളാം. ഇത് പ്ലാസ്റ്റിക് തന്നെ ഉള്ളത്. കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റി. ഇത് പല കളറിൽ വരുന്നത്, പല ഫിനിഷിംഗിൽ അല്ലേ. ഇത് കൊള്ളാം. ഇപ്പൊ ഹാഫ് ചട്ടി പോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പല കളറിൽ വരുന്നുണ്ടല്ലേ. ഒരു ക്ലേ ഷെയ്ഡിലും വരുന്നുണ്ട്, വൈറ്റിൽ വരുന്നുണ്ട്. സ്ക്വയർ പോട്ട്സ് കാണുന്നുണ്ടല്ലോ. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് സ്ക്വയർ പോട്ട്സിന് 40 രൂപ അല്ലേ. ഇത് കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ട്. പിന്നെ അത് വലിയ ചെടികളൊക്കെ വെക്കാൻ പറ്റിയ വലിയ ടൈപ്പ് പോട്ട്സുകൾ ഇവിടെ ഉണ്ട്. വലിയ പോട്ട്സുകളുണ്ട്, ഒരു 22-24 സൈസ് ഉണ്ട് അല്ലേ. ഈ വലുതിനൊക്കെ എന്ത് പ്രൈസിൽ വരുന്നുള്ളതാണ്? 1750 റേഞ്ചിലൊക്കെ വരുന്നത്. ഇത് എന്ത് പ്രൈസ് വരുന്നത്? പോട്ടോ 650 അല്ലേ. ഇത് നല്ല ഗേജ് ഉള്ളതല്ലേ. ഇത് എക്സ്റ്റീരിയർ പർപ്പസിനാണോ അല്ലെങ്കിൽ ഔട്ട്ഡോർ അല്ലേ? ചെറിയ മാവിന്റെ ഒട്ടുമാവൊക്കെ വെക്കാൻ പറ്റിയ ഇതില് ഇപ്പൊ ഇതെല്ലാം ഹാങ്ങിങ്ങിന്റെ അല്ലേ? ഇത് കാണാനല്ല. ഇൻഡോർ പോട്ട്സ് ഹാങ്ങിങ് അല്ല, പ്ലാസ്റ്റിക് ഹാങ്ങിങ് അല്ല. ടേബിൾ ടോപ്പ് വെക്കാനായിട്ട്. ഇത് ഔട്ട്ഡോർ വെക്കണം. ഓക്കെ, ഇനിയിപ്പോ പ്ലാസ്റ്റിക്കിന്റെ സെക്ഷൻ കവറിങ് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇതൊരു വേറെ ഫിനിഷിംഗ്. സെൽഫ് വാട്ടറിംഗ് കോട്ടാണ്. എന്താണ് പറയുക? സെൽഫ് വാട്ടറിംഗ്. ഡബിൾ പോട്ടാണ്. ഉള്ളില് ഒരു പോട്ടുണ്ട്. ഡബിൾ ലെയർ ആണുള്ളത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഇതെന്താ വെച്ചാല് ഇത് തുറക്കാം. അപ്പൊ നമുക്ക് ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെള്ളം കിടന്നോളൂ. ലെവൽ വരെയും വെള്ളം ഉണ്ടാവും. ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇത് ഓപ്പൺ ചെയ്ത് ഡബിൾ ലെയർ പോട്ടാണല്ലേ. യെസ്, കൊള്ളാലോ. അപ്പൊ വെള്ളം ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഇതല്ലേ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അകത്തുനിന്ന് എടുത്തോളൂ. വെള്ളം ഈ ലെവൽ വരെ വന്നിട്ട് വെള്ളം എടുത്തോളൂ. അത് ശരിയാണ്, നല്ലൊരു ഐഡിയ ഉള്ള. എന്ത് പ്രൈസ് ഉണ്ട്? 135. അപ്പൊ ഈ ടോപ്പിൽ കാണുന്ന അവിടെ നിന്നാണല്ലോ വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കേണ്ടത്. ഇതിൽ കൂടെ വെള്ളം നിറക്കേണ്ടത്. അത് നല്ല ഐഡിയ. 135. പല കളേഴ്സിന്റെ മൊബൈലുണ്ട്. ഇതതിൽ പെട്ടാണല്ലേ ഈ ബ്ലൂ എല്ലാം പറഞ്ഞ. അത് കൊള്ളാം, നല്ല ഒരു ഐഡിയ. ഇതാണ് എന്ത് പോട്ട്? ഇതിന്റെ ലെവലിംഗ് വാട്ടർ ലെവൽ കാണിക്കാനാണോ? ഈ ലെവല് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ റെഡ് സിഗ്നൽ ഇങ്ങോട്ട് പോകുന്നത്. വ്യത്യസ്തമായ പോട്ട്സുകളാണ് ഇതെല്ലാം. ഇതെല്ലാം സെൽഫ് വാട്ടറിംഗ് ആണ്.
ഇരിക്കുന്ന റേഞ്ച്. ആഹാ. അപ്പൊ ഇത് ആവശ്യത്തിന് മാത്രമേ വെള്ളം ചെടിക്ക് ലഭിക്കുള്ളൂ. ആവശ്യത്തിൽ കൂടുതലും വെള്ളം വരും. കൊള്ളാം. ഇനി നമുക്ക് അടുത്ത തന്നെ സെറാമിക്കിലേക്കാണ് പോകേണ്ടത്. ഇൻഡോർ പ്ലാസ്റ്റിക്കിനുണ്ട്. റെക്ടാങ്കിൾ സ്ക്വയേഴ്സ് എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ട് പോട്ട്സിൽ. ഇത് കൊള്ളാം. ഇതെന്ത് പ്രൈസ് വരുന്നതാണ്? 350 അല്ലേ? ഇത് കൊള്ളാം. ഇത് അല്ല, ഇത് കാണുന്നത് കൊള്ളാലോ. ഇത് കൊള്ളാം. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? 530. ഇത് നമുക്ക് ഔട്ട്ഡോറും വെക്കാം അല്ലേ? കൊള്ളാം. യെസ്, ഇതും കൊള്ളാം. ഇതെന്ത് പോട്ട്സാണ്? കൊള്ളാലോ. ഇത് എന്ത് പ്രൈസ് ഉണ്ട് അതിന്? ആ റേഞ്ചിൽ വരുന്നല്ലേ? അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പോട്ടാണ്, ഗാർഡനിങ്ങിൽ പറ്റിയ പോട്ട്സ്. അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ ഇതില്? അതായത് ഇത് എടുക്കാം. അപ്പൊ ഈ തിരി കൂടി വെള്ളം പ്ലാന്റ് അബ്സോർവ് ചെയ്തോളൂ. ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാം. ഇത് കൊള്ളാലോ. അത് വെള്ളം കുറച്ച് മതി എന്നുള്ളത് ചെടിക്കെല്ലാം പറ്റിയതാണ്. ഇതിൽ കൂടി വെള്ളം വലിച്ചെടുത്തോളൂ. അപ്പൊ വെള്ളം ഒഴിക്കേണ്ടത് ഈ തുറന്നത് ഓൾറെഡി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇതിനകത്ത് ഉണ്ടാവും. ആവശ്യത്തിന് മാത്രമേ ചെടിക്ക് വെള്ളം ലഭിക്കുള്ളൂ. ഓവർ വെള്ളം വേണ്ടാത്ത ചെടികൾ. ഇതാണ് ഓർക്കിഡ് പോട്ട് എന്ന് പറയണത്. ഇത് കൊള്ളാം. 90 രൂപയുള്ള വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. അതിന്റെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കൊള്ളാം. പ്ലാസ്റ്റിക്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇങ്ങനെ പോട്ട്സിന്റെ പല ഉപയോഗത്തിന് പറ്റിയ. ഇതൊരു പോട്ട് തന്നെയല്ലേ? ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട്? 10 രൂപക്ക് വരുന്ന പോട്ടാണ്. കൊള്ളാം. യെസ്, അതായത് ഇത് കൊള്ളാലോ. ഇത് 35 രൂപ അല്ലേ ഈ പോട്ടിന്? ഇത് കൊള്ളാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിന്റെ തന്നെ വൈറ്റും വരുന്നുണ്ട്. ഇത് കൊള്ളാലോ. നല്ലൊരു പോട്ടാണല്ലോ. ഇത് എത്രയാണ് പ്രൈസ് വരുന്നത്? 200 രൂപ വരുന്നതാണ്. ഇതിന്റെ വലുത് വരുന്നെങ്കിൽ 450. അതിന്റെ പല കളേഴ്സിനും കണ്ട് കൊള്ളാം. അതിന്റെ ആ ഒരു ടെക്സ്ചർ, അതിന്റെ ഫിനിഷസ് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫാബ്രിക്കിന്റെ ഒരു ഫിനിഷിങ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ. ഇതും കൊള്ളാലോ. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? 450 അല്ലേ? അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ടല്ലോ. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഒരുപാട് ഐറ്റംസ് പ്ലാസ്റ്റിക്കിൽ ഞാൻ കണ്ടത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും പ്ലാസ്റ്റിക്കിന് തന്നെ ഉള്ളത്. ഇത് കൊള്ളാലോ. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? 110 രൂപ. നല്ല ഫിനിഷിങ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. കൊള്ളാം. എന്താണ് ക്വാളിറ്റി? പ്ലാസ്റ്റിക് അല്ല, HDP. എന്താണ് പ്രത്യേകത? 150 രൂപ. ഡബിൾ ലെയർ. കൊള്ളാം. ഇതെന്താണ്? ഇത് പ്ലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഫൈബർ ആണത്? ഈ പോട്ട്സ് ഇത് ഫൈബറിന്റെ ആണ്. ഫൈബർ ആണല്ലേ? നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലോ. ഇതും വെള്ളം അതിന്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന ടൈപ്പാണല്ലേ? ഡബിൾ ലെയർ അല്ലേ? കൊള്ളാലോ. വെള്ളം ഇത് കുറച്ച് പൊട്ടിക്കണം. ഇത് അങ്ങനെ വേണ്ട. ഇത് വെള്ളം ഇത് നമുക്ക് തുറന്ന് കളയാം. വെള്ളം നിന്നോളൂ ഇതിനകത്ത്. യെസ്, കൊള്ളാം. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് 450. 450 അല്ലേ? അതിന്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഫൈബറിൽ വരുന്നത്. പോളിപ്രൊപ്പൈൻ. യെസ്, ഇനി പോളിപ്രൊപ്പൈൻ മെറ്റീരിയൽസിലേക്ക് പോവാം.
ഇതെല്ലാം പോളിപ്രൊപ്പളിൻ ഈ റേഞ്ചിലല്ലാതെ ഇവിടെ ഇരിക്കുന്നതെല്ലാം അതെ. വരുന്നതാണല്ലേ. ആ yes. അതൊരു സ്റ്റോൺ ഫിനിഷിംഗിൽ വരുന്നതാണല്ലേ പോളിപ്രൊപ്പളിൻ. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഫിനിഷിങ്സും വേറെയാണ്. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? 1450 അല്ലേ? പോളിപ്രൊപ്പളിനാണ് പ്രൈസ് വൈസ് കൂടുതലാണ് പ്ലാസ്റ്റിക്കിനാണ്. അതിന്റെ റെക്ടാങ്കിൾ ടൈപ്പ് ഇത് എന്ത് പ്രൈസ് ആണ്? കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. 1350. ഓക്കെ. കൊള്ളാം, നല്ല സ്റ്റോണിന്റെ ഫിനിഷിംഗ് ഉണ്ട്. നല്ല അതിന്റെ തന്നെ വലിയ സൈസ് വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇത് കൊള്ളാല്ലേ. ഒരു മണ്ണിന്റെ ഒരു ഫീലിംഗ് ഉള്ള. ഓ, ഇത് ഒരു റസ്റ്റി ടൈപ്പ് ആണല്ലോ പോളിപ്രൊപ്പളിന്റെ. എന്ത് പ്രൈസ് വരുന്നുണ്ട്? 1100. ആ ഓക്കെ. ആ യെസ്, ടെറേറിയം സെറ്റ് ചെയ്യാനുള്ള. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട് ഒരെണ്ണം? ഇത് 800 സ്റ്റാർട്ടിങ് വരുന്ന അല്ലേ? യെസ്, പല ഷേപ്പിലും വരും ടെറേറിയം സെറ്റ് ചെയ്യാനുള്ള. കൊള്ളാം, ടെറേറിയം ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. ഇത് ടെറേറിയം സെറ്റ് ചെയ്യാനുള്ളതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് നേരത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞ എത്ര? 800 രൂപ സ്റ്റാർട്ടിംഗ് അല്ലേ വരുന്നത്? ഇതും കൊള്ളാം. ഇതിന്റെ എല്ലാം ടെറേറിയം സെറ്റ് ചെയ്യാൻ പറ്റിയ, ടെറേറിയം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് ഇവിടെ കാണുന്നുണ്ട്. 650 രൂപ, 850 രൂപ. കൊള്ളാം. ഇതുപോലെ ഗ്ലാസിന്റെ ക്രിസ്മസ് ടൈമിലൊക്കെ ആണെങ്കിൽ ഗ്ലാസിന്റെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയാണ്. ഇത് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും സംഭവം. അതിൽ ക്രിസ്റ്റലിന്റെ ഇങ്ങനെ ഐറ്റംസുകളുണ്ട്. ഇതിലൊക്കെ പ്ലാന്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയാവുന്നത്. 2 ടൈപ്പ് ക്രിസ്റ്റലിന്റെ ഇതും സെറ്റ് ചെയ്യാവുന്നത്. ഇത് കൊള്ളാം. ഇതും പോളിപ്രൊപ്പളിൻ അല്ലേ? യെസ്. 22,000 രൂപയുടെ പോട്ട്സ് ആണ്. 22,000 രൂപയുടെ പോട്ടാണ് പോളിപ്രൊപ്പളിന്റെ. അത്ര വലിയ സൈസാണ്. ഇനി നമുക്ക് സെറാമിക്കില് പോകാൻ നേരത്ത് ഇതെല്ലാം സെറാമിക്കിന്റെ അല്ലേ പോട്ട്സുകൾ? അത് 260 രൂപ ഈ പോട്ട്സിന്. ഇത് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ സെറാമിക്കിന്റെ പോട്ട്സുകളാണ്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ. അതിന്റെ പല വേർഷൻസ് വരുന്നുണ്ട്. 260 രൂപയാണ് ഈ പോട്ട്സിന്റെ വില. ഡൈനിങ് ടേബിളിന്റെ പൊക്കത്ത് ചെറിയ പെബിൾസ് ഒക്കെ ഇട്ടിട്ട് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ചെയ്യാനുള്ളത്. ഇതും കൊള്ളാം. ഇതെല്ലാം സെറാമിക്കിന്റെ പോട്ട്സുകളാണ്. ചെറുതും വലുതുമായിട്ടുള്ള പല പാറ്റേൺസിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീടിന് ചേരുന്ന രീതിയിലുള്ള പോട്ട്സുകളൊക്കെ അവൈലബിൾ ആണ്. പല ഫിനിഷിങ്. ഇതും കൊള്ളാം. പിന്നെ പ്ലാസ്റ്റിക് കണ്ട്, പോളിപ്രൊപ്പളിൻ കണ്ട്, സെറാമിക്കിന്റെ പോട്ട്സ് ഉണ്ട്. ഈ മുകളിൽ കാണുന്നെല്ലാം സെറാമിക്കാണ്. ഇത് ഫൈബറിന്റെ പോട്ട്സ് ആണല്ലേ? വലിയ പോട്ട്സ്. ഇത് കൊള്ളാം. ഇതും ഫേസിന്റെ. ഇത് കൊള്ളാമല്ലോ, ഹാഫ് ഫേസിന്റെ. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് 1000 സംതിങ്, 1850. കൊള്ളാം, നല്ലൊരു ആശയമാണ്. ഇത് കൊള്ളാലോ, ക്യൂട്ടായിട്ടുള്ള സെറ്റിംഗ്. ഇതിന്റെ പൊക്കത്ത് പ്ലാന്റ്സ് വെക്കാം. ഇതും കൊള്ളാം. വളരെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയതുണ്ട്. എനിക്കൊരു കാക്ടസ് ഒക്കെ വെക്കാൻ പറ്റിയ. ഇത് വോൾ മൗണ്ടിങ്. യെസ്, ഇവിടെ വോൾ മൗണ്ടിങ് ആണ്. ചെറിയ കാക്ടസും അതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ വെക്കാൻ പറ്റിയാണ്.
ചെറുതിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കൊള്ളാം. അപ്പൊ ഇതിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ ഉണ്ടല്ലോ നല്ല ഷോ പീസ് ആയിട്ട് വരുന്നത്. ഇതിലും പ്ലാന്റ്സ് വെക്കാവുന്ന പോട്ട്സ് ആണിത്. ബോൺസായി പോട്ട്സ്, ബോൺസായി ചെടികൾ നടാൻ പറ്റിയ പോട്ട്സുകളാണിത്. അതാണെന്ന് പരന്നിരിക്കണത്. ഇവിടെയൊക്കെ സെറാമിക്കിന്റെ ആണ് വരുന്നത്. ഇതിലൊക്കെ പെബിൾസ് ഒക്കെ ഇട്ട് അന്നേരത്തിന് ആ സ്പേസ് കവർ ചെയ്യുന്നത് ബോൺസായി പോട്ട്സ്. അങ്ങനെ ബോൺസായിക്കും ഓരോ പോട്ട്സ് ആണ് ഞാനിപ്പോഴും അറിയാം. ഇതും ഒരു പോട്ട്സ്, സെറാമിക്കിന്റെ പോട്ട്സിന്റെ ഒരു റേറ്റിൽ കിട്ടും. ഒരു 32,000 രൂപയുടെ ഒരു പോട്ടാണ് ഇത്. ഇതെന്താണ് മെറ്റീരിയൽ? ഫൈബറും ഗ്ലാസ്സാണ്. ഗ്ലാസ് ആണോ സ്റ്റീലാണ്? ഗ്ലാസും ഫൈബറും കൂടെ മിക്സ് ചെയ്തേക്കണം. 32,000 രൂപയുടെ ഒരു പോട്ടാണ്. വേറൊരു വെറൈറ്റി മോഡൽ സിമെന്റിന്റെ ടെക്സ്ചറുള്ള പോട്ട്സ്, ആന്റിക് ഫിനിഷ് വരുന്ന പോട്ട്സുകൾ. ഇത് കൊള്ളാം. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? 1,500 രൂപ റേഞ്ചിലൊക്കെ വരുന്ന പോട്ട്സുകളാണ്. ഞാൻ ആമ്പലൊക്കെ ഇടാൻ പറ്റിയ ഇൻഡോറും ഔട്ട്ഡോറും ആമ്പലൊക്കെ ഇടാൻ പറ്റിയ പോട്ട്സുകളുണ്ട് ഇവിടെ. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? 2,900, 2,900 രൂപ വരുന്ന പോളിപ്രൊപ്പിളിനാണ്. അതാണ് ഇത്രയും പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് സീഡ്സിനെ കുറിച്ചും ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചും ഗാർഡൻ എക്യുപ്മെന്റ്സിനെ കുറിച്ചും നമുക്ക് കാണാം. ഈ ഫെർട്ടിലൈസേഴ്സും അതുപോലെ ഗ്രോ ബാഗ്സ് എല്ലാം കൂടാണ്ട് എന്തെല്ലാം എക്യുപ്മെന്റ്സ് ഉണ്ട് ഈ ഗാർഡനിങ് അതുപോലെ അഗ്രികൾച്ചറിന് വേണ്ടിയുള്ള? കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്ത് ഐറ്റം ആണത്? ഇത് മുകളിൽ കമ്പ് കട്ട് ചെയ്യാനുള്ളതാണ്. യെസ്. പൊക്കമുള്ളടുത്ത് ചില്ലകളൊക്കെ മുറിക്കാൻ പറ്റിയ സാധനം. ഇത് കൊള്ളാലോ. വെയിറ്റും കുറവാണ്. ഓക്കെ. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത്തിരി ക്വാളിറ്റി ഉള്ള സാധനമാണല്ലേ. പിന്നെ ഇതൊക്കെ എന്താണ്? ഇതെന്തെല്ലാം ഐറ്റംസ് ഒക്കെ എന്ത് ആവശ്യത്തിന്? ശിഖരങ്ങൾ കട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ ഓക്കെ. നമ്മൾ ഈ തോട്ടിയിൽ പിടിപ്പിക്കാനുള്ളതാണ്. ഓക്കെ. ഇതിലിങ്ങനെ മാറ്റി മാറ്റി പിടിപ്പിക്കാൻ പറ്റാറുണ്ട്. ഇത് മാങ്ങ പറിക്കാം. മാങ്ങ പറിക്കാനാണ്. ഇത് മാറ്റിക്കുമ്പോൾ മറ്റേതും വെക്കാം. മാറ്റിയിട്ട് നമുക്ക് ചില്ലകൾ വെട്ടാനാണെങ്കിൽ അതും പറ്റും. ഇതിലൊരു ലൈറ്റ് വെയിറ്റ് ആണ്. 18 അടി ഹൈറ്റ് ഉണ്ട്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? 18 അടി ഹൈറ്റ് വരെ നമുക്ക് ലെങ്ത് കൂട്ടാം അല്ലേ? ഇത് 18 അടി ഹൈറ്റ് ഉണ്ട്. ഇതിപ്പോ മേടിക്കാൻ കിട്ടുമ്പോ ഇത് മാത്രമാണ് കിട്ടണ? ഇത് കൂടുതലാണ്. ഇത് മാറ്റി മാറ്റി വെക്കാം അതല്ലേ? ഇതിന് ഈ തോട്ടിക്കാൻ 3000 രൂപ വരും. തോട്ടിക്ക് മാത്രം 3000 രൂപ വരും. ഇത് 18 അടി നീളം വരെയും കിട്ടുമല്ലേ? ഇതെല്ലാം ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയാണ്. ഈ ബ്രാഞ്ചസ് കട്ട് ചെയ്യാൻ പറ്റണ. ഇതിങ്ങനെ ഇതിൽ പല വെറൈറ്റീസും ഉണ്ട്. പല വിഭവത്തിൽ. ഇതിന് ഇത്തിരി പ്രൈസ് കുറവാണല്ലേ? 950 രൂപ. 1800. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ ഇതിന്. ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്നത്. ഇതാണ് നമുക്കിപ്പോ എല്ലാവരും പുതിയ ട്രെൻഡിലേക്ക് വരികയാണല്ലോ. റംബൂട്ടാൻ കട്ട് ചെയ്യാനുള്ള ഒരു ഇത് കൊള്ളാലത്. നമുക്ക് അങ്ങനെ റംബൂട്ടാൻ കട്ട് ചെയ്യാനുള്ള ഒരു ടൂൾസാണ്. അത് അതിൽ തന്നെ നമുക്ക് പറിച്ചിങ് എടുക്കാം. സ്ഥലത്ത് കാണില്ല. ഇത് കൊള്ളാം. ഈ പുല്ലും ഇത് ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കിളക്കാൻ പറ്റിയാണ്. ഇത് കൊള്ളാം. ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതിന് 600. 600 വരുന്നുണ്ടല്ലേ? കൊള്ളാം. ഇതെല്ലാം സീഡ്സ് ആണല്ലേ? സീഡ്സ് ആണ്. അതായത് വെജിറ്റബിൾ സീഡ്സ് ഉണ്ട്, ഹൈബ്രിഡ് സീഡ്സ് ഉണ്ട്, പിന്നെ വിത്തുകൾ ഫ്ലവറിംഗ് സീഡ്സ് ഉണ്ട്. നാടൻ വിത്തുകളാണ് ഇതെല്ലാം. ഹൈബ്രിഡ് സീഡ്സ്, പിന്നെ അത് ഫ്ലവർ സീഡ്സ് വരുന്നുണ്ട്. ഇതിന് പറ്റിയ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഫെർട്ടിലൈസർ ആണ് ഇതെല്ലാം ഓർഗാനിക് ഫോമിൽ വരുന്ന ഫെർട്ടിലൈസർ. അതായത് നമുക്കൊരു വലിയ സ്ഥലത്തേക്ക് പോലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി. നാനോ ഫോമിൽ വരുന്ന വളങ്ങളാണ്. കുറച്ച് ക്വാണ്ടിറ്റി മതി. ഇത് വരുന്ന ഇത് പിന്നെ ഗണ്ണി ബാഗ്സ് ആണ്, ഗ്രോ ബാഗ് ആണ്. ഇതെല്ലാം പലതരത്തിലുള്ള ഗ്രോ ബാഗ്, ചെറുത് മുതൽ വലുത് വരെ ഉണ്ട് നമുക്ക്. ഇത് ഏറ്റവും ചെറുത്. പിന്നെ അതിന്റെ മീഡിയം സൈസ് ആണിത്. പിന്നെ അതിന് കുറച്ചും കൂടി വലുതായിട്ട് ഇത് പച്ചക്കറിയൊക്കെ നടാനായിട്ട് നമുക്ക് ഈ ടൈപ്പാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സൈസിലൊക്കെ അവൈലബിൾ. അതെ.
ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ വേറെ എന്താണ് അതിന്റെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേറെ ഫെർട്ടിലൈസർ ഒരുപാടുണ്ട് നമുക്ക്. ഓർഗാനിക് ഫോമിലുള്ള ഇതെല്ലാം ഫ്ലവർ ഫെർട്ടിലൈസർ, പിന്നെ വെജിറ്റബിൾസിന് ഇടുന്നത്, പിന്നെ വലിയ ഫലവൃക്ഷങ്ങൾക്ക് ഇടുന്നത്, അങ്ങനെ എല്ലാ ടൈപ്പ് ഫെർട്ടിലൈസറും നമുക്ക് ഇവിടെ അവൈലബിൾ. ഇതൊക്കെ പച്ചക്കറിക്കൊക്കെ നമുക്ക് അടിവളമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഫെർട്ടിലൈസർ ആണ് ഇതെല്ലാം. ഓരോ പ്രയോഗത്തിനനുസരിച്ചാണ് അതിന്റെ ഇത് വരുന്നത്. അതെ അതെ അതെ. പിന്നെ ലോണൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത്. നമ്മുടെ ലോണിലൊക്കെ ഇടാൻ പറ്റിയ ഇത് യൂറിയാണത്. യൂറിയ അല്ല, അതെല്ലാം കൂടി കണ്ടന്റ് ചെയ്ത് മിക്സ് ചെയ്ത് വരുന്ന സാധനം. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതിനൊരു 500 ഗ്രാമിന് 75 റുപ്പീസ്. അതിന് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഒരു 500 സ്ക്വയർ ഫീറ്റിനൊക്കെ നമുക്ക് ഇത് തൂയി കൊടുത്താൽ മതി. കൊടുത്താൽ മതി. അപ്പൊ ഈ ഓരോ ആവശ്യത്തിനുള്ള നമ്മള് കസ്റ്റമർ ഇവിടെ വന്ന് തെരഞ്ഞെടുക്കാൻ പറ്റിയാണ്. ഓരോരുത്തരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മള് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇല്ലെങ്കിൽ പോലും സാർ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ശരി. ഓക്കെ. വിവിധ തരത്തിലുള്ള പോട്ട്സുകളെ കുറിച്ചും അതുപോലെ അഗ്രികൾച്ചറൽ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.